guys, welcome to Happy School by IFA. This is me, Sanam. ഓക്കെ, ഇപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളെ പഠിത്തമൊക്കെ? 8ാം ക്ലാസ് തുടങ്ങിയതേ ഓർമ്മയുള്ളൂ അല്ലേ? എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കടന്നു പോയി. നമ്മുടെ ഓണം എക്സാം ഇതാ ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ? നമ്മൾ പുതിയ ബാഗും ബുക്കൊക്കെ ആയിട്ട് ഇപ്പോൾ പോയതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഓണം എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അല്ലേ? നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇനിയുള്ള ദിവസം നന്നായി പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും A+ കിട്ടും. ഓക്കെ, കറക്റ്റായ സ്റ്റഡി പ്ലാനോടും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്കും എന്ത് നേടാം? A+ നേടാം. ഓക്കെ, ഇന്ന് മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ 1ാമത്തെ ചാപ്റ്ററായ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രം. കെമിസ്ട്രി ഇഷ്ടമാണോ നിങ്ങൾക്കൊക്കെ അല്ലേ? 7ാം ക്ലാസ്സിൽ നമ്മൾ ബേസിക് സയൻസ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, ബയോളജി പഠിച്ചിട്ടുണ്ട്. പക്ഷേ 8ാം ക്ലാസ്സിലോട്ട് വന്നപ്പോഴോ ഇവരെല്ലാവരും തെറ്റിപ്പിരിഞ്ഞ് വേറെ വേറെ ആയില്ലേ? നമ്മൾ കെമിസ്ട്രി വേറെയാണ് പഠിക്കുന്നത്, ഫിസിക്സ് വേറെയാണ് പഠിക്കുന്നത്, ബയോളജി വേറെയാണ് പഠിക്കുന്നത് അല്ലേ? കെമിസ്ട്രി ഒരു സിമ്പിളായ ഒരു സബ്ജക്റ്റാണ് കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കെമിസ്ട്രിയിൽ കഴിയും. ഇനി നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓണം പരീക്ഷയ്ക്ക് നിങ്ങൾ തീർച്ചയായും മറക്കാതെ നോക്കി പോകേണ്ട ചില കാര്യങ്ങൾ, ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1ാമത്തെ ചാപ്റ്ററായ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ രസതന്ത്രം. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അല്ലേ? നമ്മളെല്ലാവരും ചേഞ്ച് ആഗ്രഹിക്കുന്നതാണല്ലേ? നമ്മുടെ ചുറ്റുപാട് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? ആ മാറ്റങ്ങളെ പറ്റിയിട്ടും അല്ലേ, ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്ററാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. എന്താണ്? പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ അല്ലേ? പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ്. എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ. ഈ സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ എന്താണ് ഈ മാറ്റർ? മാറ്ററിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്താണ് മാറ്റർ? മാറ്ററിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതുമായിട്ട് എന്തൊക്കെ ചോദിക്കാം? ഓണം എക്സാമിന് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ആ കാര്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദ്രവ്യത്തിൻ്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ? മാറ്ററിന് എന്തെങ്കിലും സവിശേഷതകളുണ്ടോ എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, മിസ് ഒരു ബീക്കർ എടുത്തിട്ടുണ്ട് അല്ലേ? ആ ബീക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വാട്ടർ ലെവല് ആദ്യം ജലനിരപ്പ് അടയാളപ്പെടുത്തി. അതിനുശേഷം എന്തു ചെയ്തു? ഒരു ചെറിയ കല്ല് നൂല് കെട്ടി തൂക്കിയിട്ട് ഈ ബീക്കറിലെ ജലത്തിലോട്ട് ഇറക്കി വെച്ചു. അപ്പോൾ എന്താ സംഭവിക്കുക? കല്ല് നമ്മൾ അതിലോട്ട് ഇറക്കി വെക്കുമ്പോൾ എന്ത് ചെയ്യും? ജലനിരപ്പ് ഉയർന്നു വരും അല്ലേ? അങ്ങനെയെങ്കിൽ മിസ് ആ ചെറിയ കല്ലിന് പകരം ഒരു വലിയ കല്ല് എടുത്തിട്ട് നൂലിൽ കെട്ടി ബീക്കറിലെ ജലത്തിലോട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക? വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്യോ? നമ്മുടെ ജലനിരപ്പ് ഉയർന്നതായിട്ട് കാണും അല്ലേ? അപ്പോൾ വലിയ കല്ല് ഇറക്കിയപ്പോൾ ജലനിരപ്പ് വീണ്ടും ഉയർന്നു അല്ലേ? എന്തുകൊണ്ടായിരിക്കും ഈ കല്ലിറക്കി വെച്ചപ്പോൾ ജലനിരപ്പ് ഉയർന്നത് അല്ലേ? ആ കല്ല് ഇറക്കി വെച്ചപ്പോൾ ആ കല്ലിന് അവിടെ വെള്ളത്തിൽ വാട്ടറിൽ നിൽക്കാൻ ഒരു സ്ഥലം ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ആ കല്ല് ഇറക്കി വെച്ചപ്പോൾ അവിടെയുള്ള വെള്ളം എന്താണ്? ആ കല്ലിന് വേണ്ടിയിട്ട് വഴി മാറി കൊടുത്തു അല്ലേ? അവിടെ ആ കല്ലിന് നിൽക്കാൻ ഒരു സ്പേസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെയുള്ള ജലനിരപ്പ് ഒന്ന് മുകളിലോട്ട് ഉയർന്നു. ആ കല്ലിന് നിൽക്കാൻ സ്ഥലം കൊടുത്തിട്ട് അവിടെയുള്ള ജലത്തിൻ്റെ പാർട്ടിക്കിൾസ് ഒന്ന് മുകളിലോട്ട് ഉയർന്നു അല്ലേ? അപ്പോൾ എന്താണ്? ഈ കല്ലിന് ആ വെള്ളത്തിൽ നിൽക്കാൻ സ്ഥലം ആവശ്യമാണ് അല്ലേ? ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത. നമ്മൾ എന്താ നോക്കുന്നത്? ദ്രവ്യത്തിൻ്റെ സവിശേഷത എന്താണെന്നല്ലേ? അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത.
ദ്രവ്യത്തിൻ്റെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ വ്യാപ്തം വോളിയം എന്ന് പറയുന്നു. ഓക്കെ, മിസ് ഇവിടെ നിൽക്കുകയാണ് അല്ലേ. മിസ്സിന് ചുറ്റും വായു ഉണ്ട്. മിസ് ഈ വായുവിൽ നിൽക്കുകയാണ്. ഈ വായുവിൽ മിസ്സിന് നിൽക്കാൻ ഒരു സ്ഥലം ആവശ്യമില്ലേ? ഇല്ലേ? ഉണ്ട് അല്ലേ. ആ സ്ഥലം, ആ നിൽക്കാൻ ആവശ്യമായ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യാപ്തം അല്ലെങ്കിൽ വോളിയം അല്ലേ. ദ്രവ്യത്തിന് നിൽക്കാൻ ഒരു സ്ഥലം ആവശ്യമുണ്ട്. ആ സ്ഥലത്തിനെ, ആ നിൽക്കാൻ ആവശ്യമായ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. മാറ്റർ നീഡ്സ് സ്പേസ് ടു ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുണ്ട് അല്ലേ. ദ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ മാറ്റർ നമ്മൾ എന്താണ് വിളിക്കുന്നത്? വോളിയം. അപ്പോൾ മാറ്ററിൻ്റെ, ദ്രവ്യത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷതയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. മാറ്ററിന്, ദ്രവ്യത്തിന് നിൽക്കാൻ സ്ഥലം ആവശ്യമാണ്, സ്പേസ് ടു ഒക്യുപ്പൈ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ്രവ്യത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്നാണ്. ഓക്കെ, മിസ് ഇവിടെ എന്തെടുത്തിട്ടുണ്ട്? ഒരു കല്ല്, നമ്മൾ നേരത്തെ ബീക്കറിലോട്ട് ഇറക്കി വെച്ച കല്ല് ഇവിടെ തൂക്കി നോക്കുകയാണ് അല്ലേ. ഈ കല്ല് തൂക്കി നോക്കിയാൽ ആ കല്ലിന് എത്ര ഭാരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? ഇല്ലേ? ഓക്കെ, ഇപ്പോൾ മിസ്സിനെ തൂക്കി നോക്കിയാൽ മിസ്സിനൊരു ഭാരമില്ലേ? അതേപോലെ നിങ്ങളെ തൂക്കി നോക്കിയാൽ നിങ്ങൾക്കൊരു ഭാരമില്ലേ? അല്ലേ? ഈ പെന്നിനെ തൂക്കി നോക്കിയാൽ ഈ പെന്നിനും ഒരു ഭാരമുണ്ട്, ഒരു മാസമുണ്ട് അല്ലേ. ഇതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ടാമത്തെ സവിശേഷത. മാറ്ററിൻ്റെ, ദ്രവ്യത്തിൻ്റെ രണ്ടാമത്തെ സവിശേഷതയാണ് എന്താണ്? ദ്രവ്യത്തിന് മാസുണ്ട്. ഓക്കെ, ദ്രവ്യത്തിന് മാസുണ്ട്. ഇത് ദ്രവ്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? സ്പേസ് ടു ഓക്യുപ്പൈ, സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമാണ്. അതാണ് ഒരു സവിശേഷത. രണ്ടാമത്തെ സവിശേഷതയാണ് എന്ത്? മാസുണ്ട്. ദ്രവ്യത്തിന് മാസുണ്ട്. ഇതാണ് മറ്റൊരു സവിശേഷത. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. എന്താണ് മാസ്? മിസ്സിൻ്റെ മാസ് എന്താണ് ചോദിച്ചാൽ മിസ്സിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് ഈ മാസ് എന്ന് പറയുന്നത്. എന്താണ് ഈ പെന്നിൻ്റെ മാസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പെന്നിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ്. Matter has mass. This is another property of matter. Matter has mass. മാസ് ഉണ്ട് അല്ലേ. മാറ്റർ, ദ്രവ്യത്തിന് മാസ് ഉണ്ട്. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി അല്ലേ. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഇറ്റ്. ദ എമൗണ്ട് ഓഫ് മാറ്റർ, എത്രത്തോളം ദ്രവ്യത്തിൻ്റെ അളവ് എത്രയുണ്ട്, അതാണ് അതിൻ്റെ മാസ്സായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ, മാറ്ററിൻ്റെ രണ്ട് സവിശേഷതയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിച്ചത്. എന്തൊക്കെയാണ്? ഒന്ന്, സ്ഥലം ആവശ്യമാണ്, സ്പേസ് ടു ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ് അല്ലേ. രണ്ടാമത്തത് എന്താണ്? അതിനൊരു മാസ് ഉണ്ട്. അപ്പോൾ എന്താണ് മാറ്ററിൻ്റെ രണ്ട് സവിശേഷതയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് മാറ്റർ എന്നുള്ളത് നോക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഏതിനെയും ദ്രവ്യം എന്ന് വിളിക്കുന്നു അല്ലേ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ ഏതിനെയും നമ്മൾ എന്താണ് വിളിക്കുന്നത്? ദ്രവ്യം എന്ന് വിളിക്കുന്നു. എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് occupies space ഈസ് നോൺ ആസ് മാറ്റർ അല്ലേ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും അതുപോലെ മാസുള്ളതുമായ എന്തിനേയും നമ്മൾ എന്ത് പറയുന്നു? മാറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഫസ്റ്റ് പറഞ്ഞത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്താണ്? ഒരു ദ്രവ്യമാണ്, മാറ്ററാണ് അല്ലേ. എനിക്ക് നിൽക്കാൻ ഒരു സ്പേസ് ആവശ്യമുണ്ട്, എനിക്കൊരു മാസ് ഉണ്ട്. അപ്പം ഞാൻ എന്താണ്? ഒരു ദ്രവ്യമാണ്, ഒരു മാറ്ററാണ്. നിങ്ങൾക്കും അതുപോലെ ഒരു സ്പേസ് ആവശ്യമാണ് അല്ലേ. നിങ്ങൾക്കൊരു മാസമുണ്ട്. അപ്പം നിങ്ങൾ എന്താണ്? ഒരു മാറ്ററാണ്. ഈ പെന്നിന് ഇവിടെ നിൽക്കാൻ ഒരു സ്പേസ് ആവശ്യമുണ്ട്. അതുപോലെ ഇതിന് കൃത്യമായ ഒരു മാസമുണ്ട്. അപ്പോൾ എന്താണ്?
ഇതെല്ലാം മാറ്ററാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാം എന്താണ്? ഒരു മാറ്ററാണ് അല്ലേ? അപ്പോൾ എന്താണ് മാറ്റർ എന്നാണ് നമ്മൾ പഠിച്ചത്. മാറ്ററിൻ്റെ 2 സവിശേഷതയും പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ മാറ്റർ ഉണ്ട്? ദ്രവ്യങ്ങൾ ഏതൊക്കെ അവസ്ഥയിലാണ് കാണപ്പെടുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? മാറ്റർ പ്രധാനമായും 3 അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, 4ാമത്തെ ഒരു അവസ്ഥയുണ്ട് പ്ലാസ്മ. അങ്ങനെ വേറെ അവസ്ഥകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമ്മൾ ഈ പ്രധാനമായും ദ്രവ്യത്തിൻ്റെ ഈ 3 അവസ്ഥകളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ്? ഒന്നാമത്തത് ഖരം, സോളിഡ്സ്. ഓക്കെ, ഒരു ദ്രവ്യത്തിൻ്റെ ഒരു അവസ്ഥയാണ് അല്ലേ? പ്രധാനമായും 3 അവസ്ഥകളിലാണ് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. ദ്രവ്യത്തിൻ്റെ ഒന്നാമത്തെ ഒരു അവസ്ഥയാണ് എന്ത്? ഖരം അഥവാ സോളിഡ്സ്. ഓക്കെ, ദ്രവ്യത്തിൻ്റെ 2ാമത്തെ ഒരു അവസ്ഥയാണ് എന്ത്? ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ് അല്ലേ? ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ്. 3ാമത്തേതാണ് ഗ്യാസ്, വാതകം. അപ്പോൾ ദ്രവ്യം പ്രധാനമായും 3 അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഖരം എന്താണെന്നും ദ്രാവകം എന്താണെന്നും വാതകം എന്താണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് മുന്നേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഖരത്തിൻ്റെയും ദ്രാവകത്തിൻ്റെയും വാതകത്തിൻ്റെയും സോളിഡ്സിൻ്റെയും ലിക്വിഡ്സിൻ്റെയും ഗ്യാസസിൻ്റെയും പ്രത്യേകതകൾ, അവരുടെ സവിശേഷതകൾ, ഓക്കെ, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? നോക്കൂ, നിശ്ചിത ഇവിടെ ഖരം, ദ്രാവകം, വാതകം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു സവിശേഷത എന്താണ് കൊടുത്തത്? നിശ്ചിത മാസുണ്ട്. ഖരത്തിന് മാസുണ്ടോ? ദ്രാവകത്തിന് മാസുണ്ടോ? യെസ്, ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിനും എന്തുണ്ട്? മാസുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാറ്ററിന്, ഒരു ദ്രവ്യത്തിന് എന്തുണ്ട്? മാസുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നിശ്ചിതമായ മാസുണ്ട് ആർക്ക്? ഖരത്തിനും ദ്രാവകത്തിനും വാതകത്തിലും. 2ാമത്തെ സവിശേഷതയാണ് നിശ്ചിത വ്യാപ്തം. ഓക്കെ, അപ്പോൾ ഖരപദാർത്ഥങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? അവയ്ക്ക് ഒരു വ്യാപ്തം ഉണ്ട് അല്ലേ? അതുപോലെ ദ്രാവകങ്ങൾക്കും എന്തുണ്ട്? വ്യാപ്തമുണ്ട്. എന്നാൽ വാതകങ്ങൾക്ക് കൃത്യമായ ഡെഫിനിറ്റ് വോളിയം, നിശ്ചിത ഒരു വ്യാപ്തമുണ്ടോ? ഞാനൊരു ബലൂണിൽ വായു നിറക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഈ ചുറ്റുപാടും വായു ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഗ്യാസിന്, വാതകം, അത് ഏത് കണ്ടെയ്നറിലാണ്, അതല്ലെങ്കിൽ അത് എവിടെയാണ് നിൽക്കുന്നത്, അതാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാസിന്, വാതകത്തിന് ഒരു ഡെഫിനിറ്റ് വോളിയം അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് വ്യാപ്തം ഇല്ല. ഓക്കെ, അതുപോലെ മറ്റൊരു സവിശേഷതയാണ് എന്ത്? നിശ്ചിത ആകൃതിയുണ്ട്, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. ഒരു ഖരപദാർത്ഥത്തിന് ഒരു കല്ലിനെ എടുത്തു അല്ലേ? അതിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്, നിശ്ചിത ആകൃതിയുണ്ട്. പക്ഷെ ആ കല്ല് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുമ്പോൾ കല്ലിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല, ഇവിടെ വെച്ച കല്ലിൻ്റെ ഷേപ്പ് തന്നെയാണ് അവിടെ വെക്കുമ്പോഴും. അതായത് ഖരപദാർത്ഥങ്ങൾക്ക് എന്തുണ്ട്? ഒരു നിശ്ചിത ആകൃതി അല്ലേ? ഒരു നിശ്ചിത ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. എന്നാൽ ദ്രാവകങ്ങളും വാതകങ്ങളും ഒന്ന് നോക്കിക്കേ. ഞാനൊരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തു. മിസ്സിൻ്റെ കയ്യിൽ ഒരു കുപ്പിയിൽ വെള്ളമുണ്ട്. അതേ വെള്ളം തന്നെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഷേപ്പ് മാറുന്നില്ലേ അല്ലേ? ആദ്യം കുപ്പിയിലെടുത്ത അതേ ഷേപ്പാണോ? അല്ല, നമ്മൾ ഏത് കണ്ടെയ്നറിലാണ്, ഏത് പാത്രത്തിലാണ് ആ ദ്രാവകം എടുത്തത് അല്ലേ? അതാണ് അതിൻ്റെ ഷേപ്പ് അല്ലേ? അതുപോലെ തന്നെയാണ് വാതകങ്ങൾക്കും ഡെഫിനറ്റ് ആയിട്ട് ഒരു നിശ്ചിത ഷേപ്പ് ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ദ്രവ്യം എന്താണ്, മാറ്റർ എന്താന്ന് പറഞ്ഞു. അതിന് മാറ്ററിൻ്റെ 3 അവസ്ഥകൾ ഏത് അവസ്ഥയിലൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോളിഡ്,
ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം. അവിടെ മുന്നേ പഠിച്ചിട്ടില്ല ചെറിയ സവിശേഷതകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് അല്ലേ. നിശ്ചിത മാസ് ഉണ്ട്, ഖരത്തിന് എന്തുണ്ട്, നിശ്ചിത മാസ് ഉണ്ട്, അതുപോലെ നിശ്ചിത വ്യാപ്തമുണ്ട്, നിശ്ചിത ആകൃതിയുണ്ട്. എന്നാൽ ലിക്വിഡിലോട്ട് വരുമ്പോഴോ ലിക്വിഡ്സിന് എന്തുണ്ട്, നിശ്ചിത മാസ് ഉണ്ട്, നിശ്ചിത വോളിയം, ഡെഫിനിറ്റ് വോളിയം, നിശ്ചിത വ്യാപ്തമുണ്ട്. എന്നാൽ ഒരു ഡെഫിനിറ്റ് ഷേപ്പ്, നിശ്ചിത ആകൃതി ഇല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഗ്യാസിന് ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ട്, പക്ഷേ ഒരു ഡെഫിനിറ്റ് വോളിയം ഇല്ല, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല അല്ലേ, നിശ്ചിതമായ ആകൃതി ഇല്ല, അതുപോലെ തന്നെ വ്യാപ്തവും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്ന ചെറിയ ഒരു കൺസെപ്റ്റാണ് എന്താണ് മാറ്റർ അല്ലേ. മാറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് സവിശേഷത എന്നാണ് പഠിച്ചത് അല്ലേ. മാറ്ററിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അതുപോലെ മാറ്ററിന് ഒരു മാസ് ഉണ്ട് അല്ലേ. മാസ് ഉള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ഉള്ളതുമായ എന്തിനേയും നമ്മൾ എന്ത് പറയും, മാറ്റർ എന്ന് പറയും അല്ലേ. ഇതാണ് ഈ ഒരു ചെറിയൊരു കൺസെപ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, ഇതാണ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ. താഴെ കുറേ കാര്യങ്ങൾ ABCD പറഞ്ഞിട്ട് 4 ഓപ്ഷൻ, 4 സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മാറ്ററിന് ശരിയായത്, ദ്രവ്യത്തിൻ്റെ ശരിയായ സവിശേഷത എന്താണെന്നാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഇറ്റ് ഹാസ് നോ മാസ്. ഇറ്റ് ഹാസ് നോ മാസ്, ദ്രവ്യത്തിന് മാസ് ഇല്ല. ഇത് ശരിയാണോ? നമ്മൾ പറഞ്ഞിട്ട് ദ്രവ്യത്തിന് എന്താണ് ദ്രവ്യം, മാസ് ഉള്ളതും നിൽക്കാൻ സ്ഥലം ആവശ്യമായ ഏതിനെയും നമ്മൾ എന്താണ് പറയുന്നത്, ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ. അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണോ? നോ മാസ്, ഒരു മാസ് ഉണ്ടെങ്കിലേ അത് എന്താവുള്ളൂ, ദ്രവ്യമാകുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ ബി ഓപ്ഷൻ എന്താണ്, ഇറ്റ് ഓക്കുപ്പൈസ് സ്പേസ്, സ്ഥലം ആവശ്യമാണ് അല്ലേ. സ്ഥലം ആവശ്യമാണ് എന്നുള്ളത് മാറ്ററിൻ്റെ ഒരു സവിശേഷതയാണ് അല്ലേ. അപ്പോൾ ഇത് ശരിയായ ഉത്തരമാണ് അല്ലേ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് കൊടുത്തത്, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇത് ശരിയാണോ തെറ്റാണോ? ഇപ്പോൾ നമുക്ക് ഖരാവസ്ഥയിൽ നമ്മൾ ഒരു ഐസ് എടുത്തു അല്ലേ. ഈ ഐസിനെ നമുക്ക് എന്താക്കാൻ പറ്റും, ജലമാക്കി മാറ്റാൻ പറ്റും അല്ലേ. ഐസിനെ ചൂടാക്കിയാൽ അത് ജലമായി മാറും അല്ലേ. ഈ ജലത്തിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്താൽ, ചൂടാക്കിയാൽ അത് വാട്ടർ വേപ്പറായിട്ട് മാറും അല്ലേ, നീരാവിയായിട്ട് മാറും. അപ്പോൾ ഇതിനെ അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ, അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തത്, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഓപ്ഷൻ എന്താണ്, തെറ്റാണ് അല്ലേ. പിന്നെന്താണ്, ഇറ്റ് ഹാസ് നോ വോളിയം, അത് കറക്റ്റ് അല്ലല്ലോ. നമുക്ക് കറക്റ്റായിട്ട് വോളിയം ഉണ്ട് അല്ലേ. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യം അല്ലേ. ആ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ മാറ്ററിന് വോളിയം ഉണ്ട്. അപ്പോൾ ഇവിടെ നോ വോളിയം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ആൻസറും എന്താണ്, തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതാണ്, ഇറ്റ് ഓക്യുപ്പൈസ് സ്പേസ് അല്ലേ. സ്ഥലം ആവശ്യമാണ് മാറ്ററിന്. ഇതാണ് ശരിയായ ആൻസർ. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ, മാറ്ററുമായി ബന്ധപ്പെട്ട 1-2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നന്നായി കൃത്യമായി പഠിച്ചാൽ, ചെറിയ കൺസെപ്റ്റാണ്, ചെറിയൊരു ആശയമാണ്, അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാറ്റർ എന്നാൽ എന്താണ്, മാറ്റർ ഏതൊക്കെ അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട് അല്ലേ, മാറ്ററിൻ്റെ സവിശേഷത എന്താണ്, ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കോ ഓണപരീക്ഷയ്ക്ക് ഷുവറായിട്ട് നേടാൻ കഴിയും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.